സംസ്ഥാനത്തും വേനൽമഴ സജീവമാകാൻ സാധ്യത. വടക്കൻ കേരളത്തിൽ വേനൽമഴ ശക്തിപ്പെട്ടേക്കും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അലക്സ് റാമുഹു ചെയ്യുന്നു. അലക്സ്, കടുത്ത വേനൽമഴ കടുത്ത മഴ അല്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല മഴ പെയ്യട്ടെ. അങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് താപനിലയിൽ ഈ കൊടും ചൂടിന് ഒരു ശമനം ഉണ്ടാകും എന്ന് കരുതാവോ? ഹാഷ്മി, ചൂട് അങ്ങനെ ഉയർന്നു തന്നെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതോടൊപ്പം വേനൽ മഴയ്ക്ക് കൂടെ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അത് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും എന്നും പ്രവചനമുണ്ട്. ഇന്ന് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഇന്നും നാളെയും ഒന്നും പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല എങ്കിലും അതിന്റെ അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച ദിവസം വടക്കൻ കേരളത്തിൽ 3 ജില്ലകളിൽ ശക്തമായ മഴ പെയ്യും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നാളത്തേക്ക് ശേഷം വടക്കൻ കേരളത്തിൽ വേനൽ മഴ ശക്തിപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മറ്റൊന്ന്, ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനാൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അത് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒപ്പം താപനില മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, മലപ്പുറത്ത് ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണം. അപ്പോൾ നല്ല മഴ, അടുത്ത ദിവസം നല്ല മഴയാണ് പ്രവചിക്കുന്നത്. മഴ പെയ്യട്ടെ. പക്ഷേ അങ്ങനെ മഴ പെയ്യുമ്പോഴും ഈ കാലാവസ്ഥ ചൂട് കുറയാൻ വലിയ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ നാട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു കരിക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ ആ കരിക്ക് ഒരു ചേച്ചി പറഞ്ഞാണ്, പെയ്യുമ്പോൾ നല്ല തണുക്ക പെയ്തില്ലെന്നുണ്ടെങ്കിൽ ചൂട് കൂടുന്നു മാത്രമല്ല മറ്റു ചില അസുഖങ്ങൾ കൂടി പൊട്ടിപ്പുറപ്പെടുന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞ് പേടിപ്പിച്ചത്. എന്തായാലും മഴ പെയ്യട്ടെ. തിരികെ